വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ പുലാവാണ് ചെയ്യാൻ പോകുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മട്ടർ പുലാവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കുക്കർ വെക്കാം. കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം. 2 പച്ചമുളക്, 5 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, ഇത്രയും മിക്സിയിൽ പൾസ് മോഡിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. കുക്കർ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 1 ബേ ലീഫ്, ഇത്രയും ചേർത്ത് കൊടുത്ത് അതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നതിന് പകരമായിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് വേണം പിന്നെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ മുന്നേ ചതച്ചു എടുത്തിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ മിക്സിയിലും കൂടെ അല്പം വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് കരിയാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇത് റോസ്റ്റായി വന്നതിന് ശേഷം 1 കപ്പ് മട്ടർ, അതായത് ഗ്രീൻ പീസ്, ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് അവൈലബിൾ അല്ലാത്തവർക്ക് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസും ചേർക്കാവുന്നതാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് വളരെ കുറച്ച് പുദീന ലീവ്സ്, ഒരു 10 ഇല ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ പുദീന ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ബസുമതി അരി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് വെള്ളം കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം നമുക്ക് ഹൈയിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലാണ് നമുക്ക് വേണ്ടിയത്. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ നമ്മുടെ മട്ടർ പുലാവ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം ഒരിക്കലും ഒരു സ്പൂൺ ഇട്ടത് ഇളക്കരുത്. ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. സ്പൂൺ ഇട്ട് ഇളക്കുമ്പോൾ ഇതെല്ലാം കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഫോർക്കിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പെയ്യെ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ മട്ടർ പുലാവ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരളവിൽ കുക്ക് ചെയ്യുമ്പോൾ 2 തൊട്ട് 3 പേർക്ക് വരെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.